Hello friends, welcome to my channel Civil Tips and Tricks for Civil Engineers. Okay, എൻ്റെ വീഡിയോ എല്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ SSC JEE പിന്നെ റെയിൽവേ എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടിമ്പർ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് defects due to seasoning, classification of timber with respect to seasoning, processing of timber, പിന്നെ വന്നിട്ട് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. ഓക്കെ, ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്ങിൽ വരുന്ന ഡിഫക്ട്സ്. ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ കണ്ടു? ഡിഫക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് കണ്ടു, പിന്നെ ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ് കണ്ടു, പിന്നെ ഡിഫക്ട്സ് ഡ്യൂ ടു ഫംഗസ് കണ്ടു. ഓക്കെ, അടുത്തത് വന്നിട്ട് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ വിത്ത് റെസ്പെക്ട് ടു സീസണിങ്. ഓക്കെ, സീസണിങ് കാരണം അല്ല, സീസണിങ്ങിൽ കൂടെ ടിമ്പർ ക്ലാസിഫൈ ചെയ്യുന്നതിന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ വിത്ത് റെസ്പെക്ട് ടു സീസണിങ്. ഓക്കെ, പ്രോസസ്സിങ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, പ്രിസർവേഷൻ ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ ടിമ്പർ കുറേ നാൾ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, അതാണ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. ഓക്കെ, ആദ്യം വന്നിട്ട് ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്. ഓക്കെ, ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിങ്ങിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ബോ, കപ്പ്, ചെക്ക്, സ്പ്ലിറ്റ്, കൊളാപ്സ്, ഹണി കോമ്പിങ്, ട്വിസ്റ്റ്, വാർപ്പ്, റേഡിയൽ ഷേക്സ്, കേസ് ഹാർഡനിങ്. അടുത്തത് വന്നിട്ട് ബോ. This defect is indicated by curvature formed in the direction of length of timber. ഓക്കെ, ഞാൻ ഇപ്പോൾ പിക്ചർ കാണിച്ചു തരാം. ഈ പിക്ചറിൽ കണ്ടോ, ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പർ ലെങ്ത് വൈസ് ടേൺ ചെയ്യും. നമ്മൾ ഇപ്പോൾ തലയിലിടുന്ന ബോ തന്നെ, മീൻസ് ഗേൾസ് ഒക്കെ തലയിൽ ബോ ഇടും. ഓക്കെ, അത് ഓർത്താൽ മതി. ഇതെങ്ങനെയാണ് വളഞ്ഞിരിക്കും. ഓക്കെ, അത് ലെങ്ത്തിൽ വന്നിട്ട് വളഞ്ഞിരിക്കും, അതാണ് ബോ. ഓക്കെ, കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് ബോ ലെങ്ത് വൈസ് ആണെങ്കിൽ കപ്പ് വന്നിട്ട് എങ്ങനെയായിരിക്കും? വിഡ്ത്ത് വൈസ് ആയിരിക്കും. ഓക്കെ, ദിസ് ഡിഫക്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംസ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ. ഓക്കെ, വിഡ്ത്ത് വൈസിൽ കർവേച്ചർ നടക്കുന്നതിന് പറയുന്നതാണ് കപ്പ്. ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രാക്ക് separates the fibers of wood. It does not extend from one end to another. ഓക്കെ, പിക്ചർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ചെക്ക്. ഓക്കെ, ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ആ ഫൈബേഴ്സിൽ ഉണ്ടാകുന്ന ക്രാക്ക് വന്നിട്ട് ഒരു സ്ഥലത്ത് മീൻസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ മീൻസ് സെപ്പറേറ്റ് ആവും. പക്ഷേ അത് എക്സ്റ്റെൻഡ് മീൻസ് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് ക്രാക്ക് എക്സ്റ്റെൻഡ് ആവത്തില്ല, ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യും. ഫൈബേഴ്സ് ഓഫ് വുഡ് വന്ന് സെപ്പറേറ്റ് ചെയ്യും, അതാണ് ചെക്ക്. പക്ഷെ സ്പ്ലിറ്റ് വന്നിട്ട് സെയിം തന്നെയാണ്, പക്ഷേ ഇതിൽ വന്ന് ക്രാക്ക് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഒരു എൻഡിൽ നിന്ന് അതർ എൻഡ് വരെ ക്രാക്ക് വന്നിട്ട് സെപ്പറേറ്റ് ആവും. ഓക്കെ, അതിൻ്റെ പിക്ചർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സ്പ്ലിറ്റ്. ഓക്കെ, ക്രാക്ക് വന്നിട്ട് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് ക്രാക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് സ്പ്ലിറ്റ്. കൊളാപ്സ്. കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു അൺഈവൻ ശ്രിങ്കേജ് വുഡ് സംടൈംസ് ഫ്ലാറ്റൻ ഡ്യൂറിങ് ഡ്രൈയിങ്. ഡ്രൈയിങ് കാരണം വുഡ് ഫ്ലാറ്റ് ആയി പോവും. ഓക്കെ, അതിന് പറയുന്നതാണ് കൊളാപ്സ്. ഇതാണ് കൊളാപ്സ്. ഓക്കെ, ഹണി കോമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പറിൽ എന്താ പറയുക, ഹോൾസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹണി ബീയുടെ വെബ് പോലെ ഹോൾസ് ഡെവലപ്പ് ചെയ്യും, അതിനെ പറയുന്നതാണ് ഹണി കോമ്പിങ്. ഇത് ഹണി കോമ്പിങ്ങിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ട്രെസ് ഇതെങ്ങനെ ഉണ്ടാകുന്നത്? സ്ട്രെസ് മൂലം ഉണ്ടാകുന്നതാണ് ഹണി കോമ്പിങ്. ഓക്കെ, ഇത് വന്നിട്ട് ഡ്യൂ ടു സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ഡ്രൈയിങ് radial and circular cracks develop in interior portion of timber. This defect is known as honeycombing. അടുത്ത വന്ന് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
when a timber is spirally distorted along its length വഴി സ്പൈറലായിട്ട് ഡിസ്ട്രോട്ട് ചെയ്യുക മീൻസ് ഒരു സൈഡിൽ നമ്മളിനി ട്വിസ്റ്റ് ചെയ്യൂലേ മീൻസ് ഒരു തുണി എടുക്കുക ഓക്കെ ഒരു എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് തുണി എടുക്കുക അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യൂലേ അതുപോലെ തന്നെ ടിമ്പറും എന്താ സ്പൈറലി ട്വിസ്റ്റ് ആവും ഓക്കെ ഡിസ്ട്രോട്ട് ആവും സോ അതിന് പറയുന്നത് ട്വിസ്റ്റ്. റേഡിയൽ ഷേക്സ് എന്ന് പറഞ്ഞാൽ ക്രാക്ക് റൺ അറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം bark towards the center and then follow the direction of annual rings and ultimate run towards pith. Okay, ഇതാണ് റേഡിയൽ ഷേക്സ്. ഓക്കെ, ക്രാക്സ് വന്നിട്ട് ബാർക്കിന്ന് സെൻറ്റർ വരെ ക്രാക്സ് പോകും. ഓക്കെ, പിന്നെ അത് ഫോളോ ഡയറക്ഷൻ ഓഫ് റിങ്, അത് കറക്റ്റായിട്ട് റിങ്ങിൻ്റെ അവിടെ ഡയറക്ഷനിൽ പോയിട്ട് പിന്നെ അത് വന്നിട്ട് റൺ ടുവേർഡ്സ് ദ പിത്ത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് കേസ് ഹാർഡനിങ്. കേസ് ഹാർഡനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്രൈസ് റാപ്പിഡ്ലി ആൻഡ് ദെർഫോർ അണ്ടർഗോസ് ഷ്രിങ്കേജ് whereas interior surface that is not dried under tension. This defect occur in timber placed at bottom during seasoning. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണ സീസൺ ചെയ്യുമ്പം ഈ ടിമ്പർ വന്നിട്ട് ഏറ്റവും അടിയിലാണ് വെക്കുന്നെങ്കിൽ ഈ ഡിഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ വന്നിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ, പക്ഷെ അകത്ത് വന്നിട്ട് ആ പെട്ടെന്ന് ഡ്രൈ ആകത്തില്ല. സോ കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ വെളിയിൽ ഹാർഡനാവും പക്ഷെ അകത്ത് വന്നിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. സോ ഇതിന് വന്നിട്ട് ഷ്രിങ്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് കേസ് ഹാർഡനിങ്. അടുത്തത് വന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ വിത്ത് റെസ്പെക്ട് ടു സീസണിങ്. ഓക്കെ, non-refractory timber. This timber can be rapidly seasoned, examined, deodored and simmered. Okay, ഈ ടിമ്പർ വന്നിട്ട് പെട്ടെന്ന് സീസൺ ചെയ്യും. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് സീസൺ ചെയ്യും മീൻസ് നമ്മൾ ടിമ്പർ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്താ വാട്ടർ റിമൂവ് സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പറിൽ നിന്ന് നമ്മുടെ സാപ്പ് അല്ലെങ്കിൽ വാട്ടർ അതിന് മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നതാണ് സീസണിങ്. ഓക്കെ, അപ്പം ഈ ടിമ്പർ വന്നിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ സാപ്പ് റിമൂവ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡിയോഡർ, സിമ്മർ. ഇത് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് ടു റിമെമ്പർ ഈസിലി ഡിയോ വിൽ ഗെറ്റ് ഫ്രം സിംല. ഓക്കെ, ഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, ഫോഗ് അങ്ങനത്തെ സ്പ്രേ യൂസ് ചെയ്യത്തില്ലേ, അത് തന്നെയാണ് ഡിയോ. ഓക്കെ, അപ്പം ഡിയോ വിൽ ഗെറ്റ് ഫ്രം സിംല. അപ്പം സ്പ്രേ എവിടെ നിന്ന് കിട്ടും? സിംലയിൽ കിട്ടും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, moderately refractory timber. Okay, this timber can have a tendency to split and crack during seasoning. Okay, ഈ ടിമ്പർ വന്നിട്ട് മീൻസ് ടെൻഡൻസി ഉണ്ട്. ഓക്കെ, കുറച്ച് ടെൻഡൻസി ഉണ്ട്, സ്പ്ലിറ്റ് വരാനും ക്രാക്ക് വരാനും ഉള്ള ചാൻസസ് ഉണ്ട് സീസണിങ് വഴി. ഓക്കെ, എക്സാമ്പിൾ വന്നിട്ട് മാംഗോ, റോസ്വുഡ്, ടീക്ക്. ഓക്കെ, ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ഐ വാസ് ഈറ്റിംഗ് മാംഗോ ആൻഡ് ഡ്രിങ്കിങ് ട്രീ വെൻ ഐ വാസ് ലുക്കിംഗ് അറ്റ് മൈ റോസ്. ഓക്കെ, ഞാൻ വന്നിട്ട് മാംഗോ തിന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ടീയും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റോസിലോട്ട് നോക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൈലി റിഫ്രാക്ടറി ടിമ്പർ വന്നിട്ട് ഇതെല്ലാം വ്യത്യാസമാണ്. ഇത് പെട്ടെന്ന് ഡാമേജ് ആവും, സീസൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവും. ഓക്കെ, ദിസ് ടിമ്പർ ഈസ് ലൈക്ലി ടു ബി ഡാമേജ് സിവിയർലി ഡ്യൂറിങ് സീസണിങ് വഴി പെട്ടെന്ന് ഡാമേജ് വരുന്ന ടിമ്പറിനാണ് ഹൈലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ആക്സിൽ വുഡ്, ഹോക്സ്, സാൽ എക്സെട്ര. ഓക്കെ, ഇത് പെട്ടെന്ന് എങ്ങനെ ഓർത്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കട്ട് സാൻഡിൽ വുഡ് വിത്ത് ആക്സ് ആൻഡ് ക്ലൈംഡ് ബൈ റോപ്സ്. ഓക്കെ, ഞാൻ വന്നിട്ട് സാൻഡിൽ വുഡ് കട്ട് ചെയ്യായിരുന്നു എന്ത് വെച്ച്? ആക്സ് വെച്ച്. ഓക്കെ,
കോടാലി വെച്ച് സാൻഡിൽ വുഡ് കട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ മരത്തിലോട്ട് കയറി. എങ്ങനെ? റോപ്സ് വെച്ച്. ഓക്കെ, അപ്പം SA വന്നിട്ട് ആക്സ് വന്നിട്ട് ആക്സിൽ വുഡ്, റോപ്സ് വന്നിട്ട് OPES വന്നിട്ട് ഹോബ്സ് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പ്രോസസ്സിങ് ഓഫ് ടിമ്പർ. പ്രോസസ്സിങ് ഓഫ് ടിമ്പറിൽ ഫെല്ലിംഗ് ഓഫ് ട്രീ ഉണ്ട്, സീസണിങ് ഉണ്ട്, കൺവേർഷൻ ഉണ്ട്, പ്രിസർവേഷൻ ഓഫ് ടിമ്പർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വന്ന് ഫെല്ലിംഗ് ഓഫ് ട്രീസ് കാണാം. നമ്മുടെ ട്രീസ്, the age of trees should be 50 to 100 years. After that the plinth will decay. Autumn and summer is not opted for felling. In hilly areas midsummer is opted, and in plain areas midwinter is opted. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സാധാരണ ട്രീസ് വന്നിട്ട് കട്ട് ചെയ്യേണ്ട സമയം വന്നിട്ട് 50 to 100 വർഷമായിരിക്കും. ഓക്കെ, 50 to 100 വർഷത്തിൽ നമുക്ക് ട്രീസ് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് വന്നിട്ട് പ്ലിന്ത് വന്നിട്ട് പെട്ടെന്ന് അഴുകാൻ തുടങ്ങും, ചീത്തയാകാൻ തുടങ്ങും. ഓക്കെ, പിന്നെ ഓട്ടമും സമ്മറും വന്നിട്ട് നമ്മൾ ട്രീസ് കട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലൈമറ്റ് അല്ല. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ ട്രീസ് കട്ട് ചെയ്യത്തില്ല. ഇൻ ഹില്ലി ഏരിയാസിൽ സമ്മറിൻ്റെ മിഡിലായിരിക്കും ഹില്ലി ഏരിയാസിൽ ട്രീസ് കട്ട് ചെയ്ത്. പ്ലെയിൻ ഏരിയാസിൽ വന്നിട്ട് വിൻ്ററിൻ്റെ നടുവിലായിരിക്കും ട്രീസ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, സീസണിങ് ഓഫ് ടിമ്പർ. ന്യൂലി ഫെൽഡ് ട്രീസ് കണ്ടെയ്ൻ 50% ഓഫ് മോയ്സ്ചർ. ഓക്കെ, നമ്മൾ ആദ്യം കട്ട് ചെയ്ത ട്രീയിൽ വന്നിട്ട് 50% മോയ്സ്ചർ കാണും. ഓക്കെ, ദ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഫ്രം ടിമ്പർ ഈസ് കോൾഡ് സീസണിങ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ ടിമ്പറിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യും. ഓക്കെ, ടിമ്പറിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് സീസണിങ്. ഓക്കെ, വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ സാപ്പ്. ഓക്കെ, സീസണിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നാച്ചുറൽ സീസണിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീസണിങ്. ഓക്കെ, സീസണിങ് വന്ന് 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ സീസണിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീസണിങ്. നാച്ചുറൽ സീസണിങ്ങിന് വേറൊരു പേരാണ് എയർ സീസണിങ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഓപ്ഷനിൽ വന്നിട്ട് വിച്ച് ഈസ് നാച്ചുറൽ സീസണിങ് എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ വരും. എയർ സീസണിങ് കാണും, വാട്ടർ സീസണിങ് കാണും, പിന്നെ വന്നിട്ട് ക്ലീൻ സീസണിങ് കാണും. എല്ലാം 4 ഓപ്ഷൻസ് ഇപ്പോൾ കാണുമെന്ന് വെച്ചു. അതിൽ വന്നിട്ട് നമ്മൾ വാട്ടർ സീസണിങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് ഓപ്റ്റ് ചെയ്യും. പക്ഷേ വാട്ടർ സീസണിങ് ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ വന്നിട്ട് എയർ സീസണിങ് ആണ്. വാട്ടർ സീസണിങ് എന്താണ്? ആർട്ടിഫിഷ്യൽ സീസണിങ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സീസണിങ് എന്താണ്? ആർട്ടിഫിഷ്യൽ സീസണിങ് ഈസ് ദ സീസണിങ് മോർ ഫാസ്റ്റ് ദാൻ എയർ സീസണിങ്. എയർ സീസണിങ്ങേക്കാൾ മോർ കൺവീനിയൻറ്റും ആയിരിക്കും, നല്ല ഫാസ്റ്റും ആയിരിക്കും ആർട്ടിഫിഷ്യൽ സീസണിങ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സീസണിങ് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെ ടൈപ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ്, ഇലക്ട്രിക്കൽ സീസണിങ്, കെമിക്കൽ സീസണിങ്, പിന്നെ വാട്ടർ സീസണിങ്. ഓക്കെ, അടുത്തൊന്ന് ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ സീസണിങ് ഓഫ് ടിമ്പർ ആണ്. ടിമ്പറിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ബോയിലിംഗ്. ഓക്കെ, ബോയിലിംഗ് എങ്ങനെയാണ്? ടിമ്പർ ഇസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് ദ വാട്ടർ ഇസ് ബോയിൽഡ്. ഓക്കെ, തിളച്ച വെള്ളത്തിൽ ടിമ്പർ ഇമേഴ്സ് ചെയ്യുന്നു. ഇമേഴ്സ് പറഞ്ഞാൽ മുക്കുന്നു. ഓക്കെ, അതിനാണ് ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ. കെമിക്കൽ സീസണിങ് അല്ലെങ്കിൽ സോൾട്ട് സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പർ വന്നിട്ട് കറക്റ്റായിട്ടുള്ള സോൾട്ടിൽ വന്നിട്ട് മുക്കി വെക്കുന്നു. അതിന് പറയുന്നതാണ് കെമിക്കൽ ഓർ സോൾട്ട് സീസണിങ്. ക്ലീൻ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈയിങ് ഓഫ് ടിമ്പർ ഇസ് ക്യാരിഡ് ഔട്ട് ഇൻസൈഡ് ആൻഡ് എയർ ടൈറ്റ് ചേംബർ ഓർ ഓവൻ. ഓക്കെ, നമ്മുടെ സാധാരണ ബ്രിക്സ് ഒക്കെ ഇങ്ങനെയാണ് ക്ലീനിൽ ബേൺ ചെയ്യുന്നത്. ഓവൻ പോലത്തെ ഒരു സംഭവത്തിലല്ലേ നമ്മൾ ബ്രിക്സ് ഒക്കെ ബേൺ ചെയ്ത്. അതുപോലെ തന്നെ ടിമ്പറും എയർ ടൈറ്റ് ചേംബറിൽ ഡ്രൈ ചെയ്യും. അതിന് പറയുന്നതാണ് ക്ലീൻ സീസണിങ്. ഓക്കെ, ഇലക്ട്രിക്കൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റീവ് കറണ്ട് ഈസ് പാസ് ടു ടിമ്പറിൽ കൂടെ AC കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, അതിന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ സീസണിങ്. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് വാട്ടർ സീസണിങ്.
വാട്ടർ സീസണിങ് വന്നിട്ട് നമുക്ക് മെയിൻലി ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വിചാരം എന്താണ്, ഇതൊരു നാച്ചുറൽ സീസണിങ് ആണ്. പക്ഷെ വാട്ടർ വന്നിട്ട് ആർട്ടിഫിഷ്യൽ സീസണിങ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യന് ചോദിക്കുമ്പം ഈ വിച്ച് വൺ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ സീസണിങ് ചോദിക്കും. ഓക്കെ, മോസ്റ്റ്ലി ഓപ്ഷനിൽ വാട്ടർ സീസണിങ് ഉറപ്പായിട്ടും കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ സീസണിങ് വന്നിട്ട് ക്ലിക്ക് ചെയ്യും. പക്ഷേ കറക്റ്റായിട്ടുള്ള ആൻസർ വാട്ടർ സീസണിങ് ആയിരിക്കത്തില്ല. വാട്ടർ സീസണിങ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സീസണിങ്. ഓക്കെ, ദിസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ടിമ്പർ ഈസ് പ്ലേസ്ഡ് ഇൻ റണ്ണിങ് വാട്ടർ. മോസ്റ്റ്ലി ഈ വാട്ടർ സീസൺ നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, മലയാള മൂവി രസതന്ത്രത്തിൽ വന്നിട്ട് വാട്ടർ സീസണിങ് ആണ് ആ വുഡിലെല്ലാം നടത്തുന്നത്. ഓക്കെ, ഫ്ലോയിങ് വാട്ടറിൽ നമ്മുടെ വുഡ് വന്നിട്ട് അതിൽ ഉണ്ടാവും. വുഡ് വന്നിട്ട് ഫ്ലോയിങ് വാട്ടറിൽ പ്ലേസ് ചെയ്യും. അതിന് പറയുന്നതാണ് വാട്ടർ സീസണിങ്. ഓക്കെ, പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്കോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വിച്ച് ഇസ് ഡെവലപ്ഡ് ഇൻ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലാണ് അസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് കൊണ്ടുവന്നത്. ഈ സർട്ടൺ ഹൈഡ്രേറ്റഡ് ആർസനിക് പെൻറ്റോക്സൈഡ് ബ്ലൂ വിട്രിയോൾ ഓർ കോപ്പർ സൾഫേറ്റ് ആൻഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഓർ സോഡിയം ഡൈക്രോമേറ്റ്. ഓക്കെ, ഈ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ട് ആർസനിക് പെൻറ്റോക്സൈഡും പിന്നെ വന്നിട്ട് ബ്ലൂ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, പിന്നെ വന്നിട്ട് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, പിന്നെ സോഡിയം ഡൈക്രോമേറ്റിൽ വന്നിട്ട് പ്രിസർവേഷൻ ചെയ്യും. ഓക്കെ, പിന്നെ കെമിക്കൽ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോൺ പ്രിസർവേറ്റീവ്സ് ആൻഡ് ദേ ആർ മോസ്റ്റ്ലി സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, വാട്ടർ ബോൺ പ്രിസർവേറ്റീവ്സ് ആയിരിക്കും കെമിക്കൽ സോൾട്ട്. ദേ ആർ മോസ്റ്റ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടറിലായിരിക്കും ഈ സോൾട്ട് എല്ലാം വന്നിട്ട് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കോൾ ടാർ. ടിമ്പർ സർഫേസ് ഇസ് കോട്ടഡ് വിത്ത് ഹോട്ട് കോൾ ടാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രഷ്. ഓക്കെ, ടിമ്പർ വന്നിട്ട് കോൾ ടാർ വെച്ച് പെയിൻറ് ചെയ്യും. ഓക്കെ, ഹോട്ട് കോൾ ടാർ വിത്ത് പിന്നെ ബ്രഷ് വെച്ചിട്ടായിരിക്കും കോൾ ടാർ വെച്ച് പെയിൻറ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോസസ് ഈസ് നോൺ ആസ് ടാറിങ്. അടുത്തത് ക്രിയോസോട്ട് oil. Okay, the timber is coated with hot coal tar with brush and process or Bittal method. Okay, ഇതിന് പറയുന്നതാണ്. ഇതും സെയിം തന്നെ ആയിരിക്കും. ഹോൾ കോട്ടാർ വിത്ത് ബ്രഷ് ആയിരിക്കും. പ്രോസസ്സിന് പറയുന്ന പേരാണ് ബിത്താൾസ് മെത്തേഡ്. ഓക്കെ, അടുത്തത് വന്ന് സോളിംഗം പെയിന്റ്. ഓക്കെ, ദിസ് പെയിന്റ് പ്രിസർവ് ടിമ്പർ സർഫേസ് ഫ്രം വൈറ്റ് ആൻഡ്സ്. ഓക്കെ, സോളിംഗം പെയിന്റ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോളിംഗം പെയിന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈറ്റ് ആൻഡ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോളിംഗം പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രഷിങ്, ക്യാറിങ്, ഡിപ്പിങ്, ഇൻജക്റ്റിങ്, സ്പ്രേയിങ്, ഹോട്ട് ആൻഡ് ഓപ്പൺ ടാങ്ക്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ, ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിമ്പർ, കൺവേർഷൻ ഓഫ് ടിമ്പർ. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല. Thank you and all the best for your exams.